മുബാറക്ക് വ്യാജമാണ് എന്ന് പറഞ്ഞത് അമ്പലക്കടവാണ്. അവിടുന്ന് ചർച്ച തുടങ്ങുന്നത്. അന്ന് മുതൽ ചർച്ച തുടങ്ങിയത് എല്ലാ വിവാദങ്ങളും ഉണ്ടാക്കി. ആദ്യത്തെ മുടി വന്നപ്പോ തന്നെ അമ്പലക്കട വന്നത് തെറ്റാണ്. ഇപ്പൊ ഞങ്ങൾ സനത് കയ്യിൽ തന്നു, വായിക്കുന്നത് വെല്ലുവിളിയാണ്. ധൈര്യമുണ്ടോ? ആൺകുട്ടിയാണോ? ആ ദേശം പിടിച്ചിട്ട് കാര്യമില്ല. ചോദ്യമല്ലോ മോനെ, ഞാൻ ഇതെന്താ പ്രശ്നം അറിയോ? ഇവിടെ എന്റെ ഒരു ചോദ്യമെന്ന് നിങ്ങൾ പറഞ്ഞു. വ്യക്തമായ സനത് കിട്ടിയാൽ അംഗീകരിക്കുമെന്ന്. വ്യക്തമായ സനത് കയ്യിൽ തന്നു, അത് അംഗീകരിച്ചുവെന്ന് നിങ്ങൾ പറഞ്ഞാൽ അടുത്ത എനിക്ക് പറയാം. അറിയില്ല. നിങ്ങളുടെ നേതാക്കളടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്ത് ആദ്യ വിവാദം ഉണ്ടാക്കിയ സമിതി ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് അറിയാൻ വേണ്ടി. അത് നിങ്ങൾ പറയണം, ഞങ്ങളുടെ നേതാക്കൾക്ക് വീട് തെറ്റുപറ്റി പോയതാണ്, ഈ വിഷയത്തിൽ ശരിയാണ് പറ്റും. ഞാൻ ചോദ്യം ഇത് നിങ്ങൾ വായിച്ചത് ഇങ്ങനെ ബാക്കി എന്ത് ചോദ്യം? അതിനൊക്കെ അൻപരിസ്ഥാനങ്ങളുടെ മറുപടിയും പറഞ്ഞു ആവില്ല. അത് വേറെ കാര്യം. ആ അബുജാഹിൽ മറുപടി ആയില്ലല്ലോ, അതിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ജനങ്ങൾക്ക് മറുപടി അത് കഴിഞ്ഞ് ഏത് കഴിഞ്ഞിട്ട് ഇത് വായിച്ച നിങ്ങൾ അതിന് വരും. ഇത് വായിക്കുന്നത് നിങ്ങൾ പറയുന്നത് രണ്ടാമത്തെ സനദിനാണ്. ഒന്നാമത്തെ ആദ്യം വായിക്കേണ്ടത്. നിങ്ങൾ രണ്ടുമാണ് തുടങ്ങാറുള്ളത്. ഞാൻ ഇവിടെ ചോദിച്ചു, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ 50 കണക്കാണ് ചോദിച്ചത്. അതിനാണ് എനിക്ക് തന്നല്ല. എനിക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ നിങ്ങൾ 50 കടവിന്റെ സംഘടനയുടെ പ്രതിനിധിയല്ലേ? അപ്പൊ ഒന്നാമത്തെ സംഖ്യ വേണ്ട. ചൂടാവില്ലേ? എസ്കേസഫൈ സൈഡി കാണിക്കല്ലേ? നമ്മൾ സന്നദ്ധമായി ചോദിക്കുന്നത് വിശ്വകാശ പ്രകാശം താങ്കളുടെ ആസാരമായി ബന്ധപ്പെട്ടല്ലേ? ഹീറ്റാവല്ലേ? നീ പറഞ്ഞില്ലേ ഇന്ന് ചൂടാവില്ലേ? നല്ലതെന്ന് ചോദിക്കും. ഒന്നാമത്തെ ഉസ്താദില്ല, കിട്ടാൻ ആളെന്ന് പറഞ്ഞല്ലോ. ഉസ്താദുമാരാകുമ്പോ അങ്ങനെ ഒരു മാന്യത ഉണ്ടാവില്ലേ? വായിക്കാന്നുള്ളത് ഇത്രയും ആളുകൾ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും. ഒന്നാമത്തെ സംഗതി വ്യാജമാണ്. അപ്പൊ വ്യാജാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് എനിക്ക് തരുന്നത്. വലിയ പുസ്തകങ്ങള് ഞാൻ ഇത് വായിക്കും. വേറെ ഞങ്ങൾക്ക് ഇവിടെ ഈ സദസ്സിനോട് ഞാൻ ചോദിക്കാം, ഒന്നാമത്തെ സനത് വായിച്ചിട്ടല്ലേ നിങ്ങൾക്ക് ആഗ്രഹമുള്ള രണ്ടാമത്തെ വായിക്കാൻ? സദസ്സെങ്ങനെ പറയുന്നു? ഒരു സമൂഹം മുഴുവൻ അങ്ങനെ പറയുമ്പോൾ അന്തരക്കടവും പൈസ തുടങ്ങി വെച്ചൊരു മുഖാമുഖത്തെ ചോദ്യത്തിൽ നിന്നാണ് വിഷയത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ സദസ്സിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുള്ളത് പറയുന്നുണ്ടാവും. നിങ്ങളുള്ളത് എന്ന് പറയുന്നുണ്ടാവും ഒന്നാമത്തെ വായിക്കേണ്ടതാണ്, വായിച്ചില്ലെങ്കിൽ മോശമാണ്, ബോധപ്പെട്ടാൽ മോശമാണ് നിങ്ങൾ പറയുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും വായിക്കും. ഇത് വായിക്കും. ഇല്ലെങ്കിൽ വേറെ ആളുകൾക്ക് മൈക്കും. ഒന്നാമത്തെ സ്ഥലത്ത് നിങ്ങൾ വായിക്കില്ലെങ്കിൽ മൈക്ക് വേറെ ആൾക്ക് കൊടുക്കും. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി മനസ്സിലായി നേരത്തെ പറഞ്ഞു. അൻവരി ഉസ്താദ് കൃത്യമായി മറുപടി പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്ന് അങ്ങോട്ട് ചോദിച്ചതാണെന്ത്? ഷാർ മുബാറക്കിന്റെ സനത് കിട്ടിയാൽ നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഞാൻ വായിക്കാതിരിക്കും. അത് നമ്മൾ വ്യക്തമായി കൊടുത്ത പ്രശ്നം ആ മൂപ്പിൽ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇനി സനത് ഇല്ല, അയാളില്ല, അയാൾക്ക് എന്തിനും അവസരം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും കേൾക്കാൻ താല്പര്യം വായിക്കാറുണ്ട്. അത് പറയാം ഞാൻ ചോദിച്ചു. അങ്ങനെ ഇതിനൊക്കെ ഇത്തരം നിങ്ങൾ പറയാം. ബുദ്ധി എന്നുള്ളൊരു വായിക്കാണ് കിട്ടുന്ന പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? അത് അപ്പൊ ഒരുമിച്ച് അതാണ് അൽഹംദുലില്ലാഹ്. അതായി പറഞ്ഞു ചെയ്യാൻ ഞങ്ങളിപ്പോ ഒച്ചുണ്ടാക്കിയത് എന്താ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം അറിയോ? ഇത് മുഴുവൻ വായിച്ചിട്ട് ഇവരെ എല്ലാവരും
പറഞ്ഞു, ഞാൻ വെല്ലുവിളിക്കുന്നു. വേടക്ക് എല്ലാവരും അടങ്ങിയിരിക്കട്ടോ. കാരണം നമ്മൾ കാത് ഉത്തർക്കും. അപ്പല്ല കുത്തുബുദ്ധിയും ചെറുത് നിങ്ങൾ ചൂടായാലും മക്കളെ കൃത്യമായി നിങ്ങൾ നന്ദി പഠിപ്പിച്ചാൽ എങ്ങനെ ഉസ്താമാര് പഠിപ്പിച്ചാലും ശരിയാവില്ല, ഞങ്ങൾ പഠിപ്പിച്ചാൽ അപ്പൊ റെഡിയാവുന്നത്. ഇതാണ് ഇത് പറയാൻ ഞാൻ ഇത്രയും പണിയെടുത്തത്. നിങ്ങൾ കൃത്യമായി പഠിക്കണം, നന്നായി പഠിക്കണം. AP ഉസ്താദിനെ എതിർക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. നന്ദി ഓടുമ്പോ കിതാബൊക്കെ ഹല്ല് ചെയ്ത് നന്നായി പഠിക്കുക. ഇരിക്കട്ടെ, ഓക്കെ. ഞാൻ വെല്ലുവിളിയാണ്. കുത്തുബുദ്ദീനിൽ ഫിർദൗസി വഴിയാണ് ഈ മുടി ഷഹർ മുബാറക്ക് കിട്ടിയത് എന്ന് പറയാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിച്ചു. വരുന്നില്ലെങ്കിൽ ഞങ്ങൾ വരുത്തിക്കൊണ്ടു സദസ്സറിഞ്ഞു. വരുന്നില്ല ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ വെച്ചു. എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കല്ല, നിങ്ങളുടെ നന്ദിയിലെ ഉസ്താദുമാർക്ക് വരെ വന്നാൽ കഴിയുമെന്ന് പറഞ്ഞു. പറയും. ആ മൈക്കെന്ന് വെച്ചെടുക്കാൻ അതൊക്കെ മൊബൈലിലാക്കി നടക്കാൻ സാധുക്കൾ നോക്കിങ്ങൾ ഒരു ഷെയർ മുബാറക്കിനെ ബാത്തിലാക്കാൻ എന്തും ചെയ്യും. ഇതാണ് ചോദിക്കോ, എന്താണ് ആ ഉസ്താദ് പറഞ്ഞത്? ഞാൻ എത്ര പണിയെടുത്ത് ഈ ഒന്നാമത്തെ സനിലുള്ള കുഴപ്പം തോടിയിട്ട് അതിന് ഇത് പറയാൻ വേണ്ടി ഞാൻ ഈ പണിയെടുത്തു. കുത്തുബുദ്ദീൻ ഫിർദൗസി ഞാൻ കേൾപ്പിക്കുമോനെ ഫിത്തിന മാത്രം മൊബൈൽ കാറ്റി നടക്കുന്ന ഒരു കൗമു. ആ സനത്തിന്റെ തഫ്സീല് വേണമെങ്കിൽ ഇതാ അതല്ല അബ്ദുൽ ഖാദർ السيد عبد الله الطاهري، السيد نظام الدين الصابري، السيد نظام القادري، السيد عيسى الدين القادري. ഒരു മിനിറ്റ്, അതല്ല അതിന്റെ ജാഗരണ സമ്മേളനത്തിലല്ല ഇങ്ങനെ വയ്ക്കുന്നത്, കോട്ടക സമ്മേളനത്തിൽ പറഞ്ഞു. ഇതുകൊണ്ട് ജാഗരണ സമ്മേളനത്തിൽ പറഞ്ഞു കൊണ്ടുപോവാ. അത് ഞാനേ നിങ്ങൾ മനസ്സിലാക്കണം. ജാഗരണ സുഹൃത്തുക്കളെ മനസ്സിലാക്കിക്കോളൂ. ജാഗരണ സമ്മേളനത്തിലുള്ളതേ ഞാൻ ഉറക്കൊഴിച്ചിരുന്ന് AP ഉസ്താദ് പറഞ്ഞ ലഫുദ് നോക്കിയിട്ട് ബോധ്യപ്പെട്ടിട്ടായി സംസാരിച്ചു. വിചാരിച്ച നമ്മളെ കേട്ടില്ല. ആ കാര്യം നടക്കണം. പിന്നെ ജാഗരണ സമ്മേളനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉസ്താദ്. അത് ശരി, അത് കൊണ്ടുപോകുന്നത് അല്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പറഞ്ഞിട്ടില്ലാന്ന് വാദമുണ്ടോന്ന് സഹോദരൻ ചോദിച്ച്. സുന്നി ജാഗരണ സമ്മേളനത്തിൽ കുതുബുദ്ദീൻ ഷരീഫ് ഫിർദൗസി ഞാൻ പറഞ്ഞുതരാം. ഫിർദൗസി പറഞ്ഞോ മോനെ പറയാം. സുന്നി ജാഗരണ സമ്മേളനത്തിൽ വെച്ചിട്ട് കുതുബുദ്ദീൻ ഷരീഫുമായി കുതുബുദ്ദീൻ ഫിർദൗസിയുമായി കിട്ടിയാണെന്ന് പറയുന്നുണ്ട്. വഴി എന്ന് പറഞ്ഞാൽ ആ വഴി കുതുബുദ്ദീൻ ഫിർദൗസി ഉണ്ടോ? കുതുബുദ്ദീൻ ഫിർദൗസി ഉണ്ടോ? അങ്ങനെ പല പേരും പറയലുണ്ട്. വഴിയാണ് AP പറഞ്ഞല്ലോ. AP അല്ലാഹു ദീർഘായുസ്സ്. ഞാൻ ചോദിക്കട്ടെ മോനെ, നിങ്ങൾ ആ ജാഗരണ സമ്മേളനം കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറയും, കേട്ടിട്ടുണ്ടോ? അപ്പൊ കിട്ടും. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളവിടെ ഇരിക്കുന്നു നന്നാക്കി തന്നെ എനിക്ക് കൊണ്ടുപോകാം, സ്ക്രീനിൽ കൊണ്ടുപോകാം. AP ഉസ്താദ് പറഞ്ഞു ഞങ്ങളെടുത്തുണ്ട്, നിങ്ങൾ ഇടങ്ങാറാണ്. ശേഖരത അവിടെ വന്നിരിക്കുന്നു. ഞങ്ങളെ നേതാവല്ലേ ലോകത്ത് ഇന്ന് ആർക്കും നേതാവ് അല്ലേ?
ഉസ്താദ് അവരുകളെ ഓരോ വാക്കും മുത്തുനദികളാണ്. അത് വ്യാഖ്യാനിക്കാൻ പഠിച്ചു പറയിപ്പിച്ചതാണ്. ശരിക്കും കേട്ടോ, പറയുന്ന എന്താണ് ആദ്യം ഞാനത് പറഞ്ഞത് കേട്ടോ. അതെ, നിങ്ങളൊരു കുത്തുബുദ്ദീൻ ഫിർദൗസ് കേട്ടപ്പോത്തിന് അത് വഴിക്കാന്ന് മനസ്സിലാക്കിപ്പോയി. കേട്ടോ, പറയുന്ന എന്താണ് കേട്ടോ, ആദ്യം പഠിച്ചത് ഉസ്താദ് പറഞ്ഞ മനസ്സിലാക്കി, അത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണ്ടേ കേട്ടോ. കുത്തുബുദ്ദീൻ ഫിർദൗസ് വഴി നിലകൊള്ളുന്ന ബറക്കാത്തി സാദാത്യങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ഷഹ്ർ മുബാറക്ക് കിട്ടിയത്. എങ്ങനെ? കുത്തുബുദ്ദീൻ ഫിർദൗസി ആരാ നിങ്ങൾക്ക് അറിയോ? അതുകൊണ്ട് മൈക്കൊടുത്ത് പറയട്ടെ, ഈ പഠിപ്പിച്ചല്ലേ? അറിയോ? ഇല്ല. അന്ന് കേട്ടോ, ഡൽഹിയിലെ പഴയ കാലത്തുള്ള വലിയ ഒരു ശൈഖാണ് കുത്തുബുദ്ദീൻ ഫിർദൗസ്. അപ്പൊ കുത്തുബുദ്ദീൻ ഫിർദൗസി റഹ്മത്തുള്ളാഹി അലൈഹി വഴിക്ക് നിലകൊള്ളുന്ന ബറക്കാത്തി സാദാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മയനം എന്താണെന്നറിയോ? പഠിച്ചോളൂ. ബഹുമാനപ്പെട്ട ബറക്കാത്തി സാദാത്യങ്ങളാണ് ഞങ്ങൾക്ക് എന്ത് എന്നത് സനദ് എന്നത്, ഈ ഷഹ്ർ മുബാറക്ക് തന്നത്. ആ ബറക്കാത്തി സാദാത്യങ്ങൾ ആരാണ് എന്ന് പരിചയപ്പെടുത്തിയ പുസ്തകം പറഞ്ഞു കുത്തുബുദ്ദീൻ ഫിർദൗസിയുടെ വഴിക്ക് നിലകൊള്ളുന്ന എന്ന് പറഞ്ഞാൽ അവരെ ത്വരീഖത്ത് സ്വീകരിച്ച ബറക്കാത്തി സാദാത്യങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു മർക്കസിലെ ഷഹ്ർ മുബാറക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനാണ്. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ശൈഖുന ഓക്കെ ഉസ്താദിന്റെ വഴിയിൽ ജീവിക്കുന്ന ഓക്കെ ഉസ്താദിന്റെ അടുത്ത് ഓടിപ്പടിച്ച AP ഉസ്താദിനാണ് എന്ത് കിട്ടിയത്? ഷഹ്ർ മുബാറക്ക് കിട്ടിയത്. അപ്പൊ ഈ പ്രസംഗം കേട്ടിട്ട് ഒരാൾ പറഞ്ഞു, അപ്പൊ ഷഹ്ർ മുബാറക്ക് കിട്ടിയ വഴിയിൽ ഓക്കെ ഉസ്താദ് എന്തെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ ഉസ്താദിന്റെ വഴിക്ക് ജീവിക്കുന്ന AP ഉസ്താദിനെ കിട്ടി എന്ന് പറഞ്ഞാൽ AP ഉസ്താദ് ജീവിക്കുന്നത് ഓക്കെ ഉസ്താദിന്റെ വഴിക്കാണ്. ഓക്കെ ഉസ്താദ് അവിടുത്തെ ഇതുപോലെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. അതാ പറഞ്ഞു, ഓരോ വാക്കും ശ്രദ്ധിക്കണം. ഉസ്താദ് ആന്ന് പറഞ്ഞാൽ അതിന് 1000 മാനുണ്ടാവും. അതാണ് ഉസ്താദിന്റെ മൂത്തതായിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഞാൻ കേൾപ്പിച്ചില്ല. ഉസ്താദ് പറഞ്ഞ ഓരോ വാക്കും നിലകൊള്ളുന്നാണ് ഒരു പ്രത്യേക മാർക്ക് വേണം. കുത്തുബുദ്ദീൻ ഫിർദൗസിയുടെ വഴിക്ക് നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ബറക്കാത്തി സാദാത്യങ്ങൾ വഴി, അതിന്റെ അർത്ഥം ബറക്കാത്തി സാദാത്യങ്ങൾ വഴി കിട്ടി അവർ ഈ കുത്തുബുദ്ദീൻ ഫിർദൗസിയുടെ ത്വരീഖത്തിലാണ്. അതൊരു പ്രത്യേകതയാണ്. കാരണം കുത്തുബുദ്ദീൻ ഫിർദൗസ് വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ വഴിക്ക് വഴി ജീവിക്കാന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ശറഫാണ്, ഒരു ബഹുമാനമാണ്. അപ്പോ കുത്തുബുദ്ദീൻ ഫിർദൗസ് കേട്ടോ, നിങ്ങൾ കേട്ടോ, ഉസ്താദ് പറയാം ബഹുമാനെ കേട്ടോ. അവിടെ നിന്ന് സൂക്ഷിച്ച മൊഴികളിൽ ബഹുമാനപ്പെട്ട കുത്തുബുദ്ദീൻ ഫിർദൗസി ഏറ്റവും വലിയ പ്രചാരകനും മുറബിയായ ശൈഖുമായിരുന്ന കുത്തുബുദ്ദീൻ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുബുദ്ദീൻ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബറക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ അതുണ്ടായി. കേട്ടോ, നിങ്ങൾക്ക് ഞാൻ തിരിച്ചുതരാം. ഒന്നും വീണ്ടും കേൾപ്പിക്കും. അതെ, നിങ്ങൾക്ക് മനസ്സിലാവോളം കേൾപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ ബന്ധിപ്പിക്കുള്ളൂ. അതെ, ഡൽഹിയിൽ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട കുത്തുബുദ്ദീൻ ഫിർദൗസി വഴിക്ക് നിലകൊള്ളുന്ന അതെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൊന്നുണ്ടായിരുന്നില്ല. കേട്ടോ, ഓരോന്നും കേട്ടോ. കൊന്നുകൊണ്ട് വെക്കുമോനെ ഇവരൊക്കെ തിരിയണി സൂക്ഷിച്ചു. അവർ നിന്ന് സൂക്ഷിച്ച മൊഴികളിൽ ബഹുമാനപ്പെട്ട കുത്തുബുദ്ദീൻ ഫിർദൗസി ഏറ്റവും വലിയ പ്രചാരകനും മുറബിയായ ശൈഖുമായിരുന്ന കുത്തുബുദ്ദീൻ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം ഡൽഹിയിലാണ്. അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുബുദ്ദീൻ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട ശരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ അതെ ഇന്നും നിലകൊള്ളുന്ന
ബാക്കിയിട്ട് എന്തിനല്ല കേട്ടോ മോനെ, ഒരു ബേജാറാണ് കേട്ടോ. അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് ലഭിച്ചതാണ് മാർക്കസിലുള്ള വളരെ കൃത്യമാണ്. നോക്കിക്കോ, ഞാനത് വീണ്ടും പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട നിങ്ങളല്ലല്ലോ AP ഉസ്താദ് പറഞ്ഞത് വിശദീകരിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്. അത് നിങ്ങളല്ല, ഞങ്ങളാണ് വിശദീകരിക്കേണ്ടത്. ഞങ്ങളിത് വിശദീകരിച്ചു കേട്ടോ. ഇതൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവില്ല. ഏതാ ഞാൻ ശറ എഴുതിയത് അതാണ് ഞാനത് വിശദീകരിച്ചു തന്നു കേട്ടോളൂ. എന്താ പറഞ്ഞെന്നറിയോ? ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ഫിർദൗസി വഴിക്ക് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ഫിർദൗസി വഴിക്ക് ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാൽ പണ്ടുസ്താദ് ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ബർക്കാത്തി സാദാത്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞതാ. അതിന്റെ ഇടയ്ക്ക് ഉസ്താദ് പറഞ്ഞു ബഹുമാനപ്പെട്ട ആ ഖുതുബുദ്ദീൻ ഫിർദൗസി വഴിക്ക് നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ബർക്കാത്തി സാദാത്യങ്ങൾ വഴി. അതാ പറഞ്ഞത്. അത് ആർക്കും വ്യക്തമായി. അതെ, ഇത് ഒന്നുകൂടി കേട്ടോ, എനിക്ക് മനസ്സിലാണല്ലോ കേട്ടതുകൂടി. വല്ലാത്തൊരടങ്ങാറായിപ്പോ. ഇത് മനസ്സിലാണില്ല അറിഞ്ഞാൽ ഒന്ന് ചോദിച്ചു. അവർ സൂക്ഷിച്ച മുറികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ഫിർദൗസി ഏറ്റവും വലിയ പ്രചാരകരും മുറബിയായ ശേഷമായുള്ള ഖുതുബുദ്ദീൻ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം ഡൽഹിയിലാണ്. അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുദ്ദീൻ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ വഴിക്ക് നിലകൊള്ളുന്ന ബർക്കാത്തി സാദാത്യങ്ങൾ. അത് വഴിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഭാഷയില് ശേഷം ഞങ്ങൾ വിശദീകരിച്ചു. ഇന്നും നിലകൊള്ളുന്നതല്ലേ ഏതാ വിളിച്ചത്? എന്തെങ്കിലും പറയല. ഈ മന്ദറ ശരീഫിൽ ആരാളുടെ നിങ്ങൾക്കറിയോ? ബർക്കാത്തിയാണോ അതോ ഇയാളാണോ? ആരാളുള്ളത് അവിടെ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് പറയും. ആൾക്കാർക്ക് തിരിഞ്ഞു വരും. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്. ഉസ്താദ് പറഞ്ഞ് നിങ്ങളല്ലല്ലോ വിശദീകരിക്കേണ്ടത്. ഞങ്ങൾ വിശദീകരിച്ചൊന്നും അതിന് ഇസ്കാലാക്കണ്ട. ഖുതുബുദ്ദീൻ ഫിർദൗസി വഴിക്ക് നിലകൊള്ളുന്നവരാണ് ആര്? ബർക്കാത്തി സാദാത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബർക്കാത്തി സാദാത്യങ്ങൾ ഖുതുബുദ്ദീൻ ഫിർദൗസിന്റെ ത്വരീഖത്ത് സ്വീകരിച്ചവരാണ്. അവര് വഴിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ സനദിൽ ഓലുണ്ടിനല്ല. ഞങ്ങൾക്ക് കിട്ടിയ ഈ ബർക്കാത്തി സാദാത്യങ്ങൾ ഇവരുടെ വഴിയിൽ നിലകൊള്ളുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ത്വരീഖത്ത് സ്വീകരിച്ചവരാണ്. ഇതാണ് അതിന്റെ മയന. ഇനി എനിക്ക് തർക്കിക്കാൻ ആവശ്യം. ഖുതുബുദ്ദീൻ ഷരീഫ് എന്ന് പറയുന്ന ശരീഫല്ലേ? ഖുതുബുദ്ദീൻ ഷരീഫില്ല, ഖുതുബുദ്ദീൻ ഫിർദൗസി. അല്ല, ത്വരീഖത്ത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ത്വരീഖത്തിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു. ബൈക്ക് എന്ന് പറഞ്ഞത് അത് ത്വരീഖത്താണ്. ഖുതുബുദ്ദീൻ ത്വരീഖത്ത് അതല്ല പറയാം. എന്താ പറയുക, എല്ലാവർക്കും വ്യക്തമായത് ഖുതുബുദ്ദീൻ ഫിർദൗസി എന്ന് പറഞ്ഞാൽ മുറബ്ബിയായ ശൈഖാണ്. മുറബ്ബിയായ ശൈഖന്മാർ അവർ ത്വരീഖത്തിന്റെ മശായിഖന്മാരാണ്. ആ മുറബ്ബിയായ ശൈഖിന്റെ വഴിക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ത്വരീഖത്തനുസരിച്ച് നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ബറക്കാത്തിതങ്ങന്മാർ എന്നുള്ള. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കളിച്ചാൽ നിലകൊള്ളുക എന്നങ്ങനെ ഫായിൽ ഞങ്ങളാണ് ചോദിക്കും. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ഞങ്ങൾ പറയുന്നു നിലകൊള്ളുക എന്നതിനെ ഫായിൽ ആരാ പറയും? ആണ് പറയും. അത് പറഞ്ഞു അയാൾ പറയട്ടെ. പേരും അയാളെ പേരൊക്കെ പറയത് നിങ്ങൾ രണ്ടാളും നല്ല കളർ ഷർട്ടിട്ട് അല്ല പേര് അറിയണം. പറഞ്ഞു വിടണ്ടല്ലോ. ആ മുപ്പത് പറഞ്ഞ ഭാരത്തൊക്കെ മലയാള പേര് മൈക്ക് പേര് കയ്യിൽ തന്ന പേര് സജ്ജാദ്, നാട് വലിമന്ന്, ഖുതുബുദ്ദീൻ ഫിർദൗസി വായിച്ച് നിലകൊള്ളുന്ന ഖുതുബുദ്ദീൻ ഫിർദൗസിയായി ബഹുമാനപ്പെട്ട ബർക്കാത്തി സാദാത്യങ്ങൾ നിലകൊള്ളുന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയല്ല. ഖുതുബുദ്ദീൻ ഫിർദൗസി വഴിക്ക് നിലകൊള്ളുന്ന ആരായി നിലകൊള്ളണേ? ഇതെന്നാ പറഞ്ഞുതരാം. ഇനി ഒന്ന് പറഞ്ഞുതരാം. AP ഉസ്താദ് എന്താ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി. ഉസ്താദ് പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മളും പറയുന്നത് മനസ്സിലായി. നിങ്ങൾക്ക് ഒന്നും കൂടി തീരാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സമവായ എന്ന് പറഞ്ഞിട്ടൊരു വായുണ്ടോ? നിങ്ങൾ സമവായ എന്നൊരു വായുണ്ടോ? അതിലെ ഉദാഹരണ സൈന്യം പറയുന്ന എളുപ്പമുണ്ട്. പറഞ്ഞോളി.
സമവായ എന്ന് പറഞ്ഞൊരു വായ ഉണ്ടോ ഒരു പണി അതിന് പറഞ്ഞു സമവായ എന്നൊരു വായ ഉണ്ടോ ഷാഫിമാമിന്റെ വൈക്കെന്ന് പറഞ്ഞാൽ ഷാഫിമാമിന്റെ വയ്യല്ലേ സമവായ എന്റെ വായ ഉണ്ടോ പറയും ആദ്യത്തെ ചോദ്യം ചോദിച്ച ചോദ്യം എന്താ രണ്ടാമത്തെ എന്താ ഇവർക്ക് ഒന്നാമത്തെ പെണ്ണെട്ടി കഴിഞ്ഞതിന് രണ്ടാമത്തെ ഘട്ടം വളക്കേണ്ട നേരത്തെ പറയുന്നത് ചോദ്യത്തിന് മറുപടി വേണം. ഒന്നാമത്തെ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഇവർക്ക് രണ്ടാമത് കെട്ടണം. മനസ്സിലായില്ലേ മോനെ? ഈ ഒന്നാമത്തെ എന്തായി പറയും? ഒന്നാമത്തത് എന്തായി എന്ന് പറ. ഒന്ന് കഴിയട്ടെ. ഞങ്ങളെന്തിനെ പേടിക്കണം? ഞങ്ങൾ കാന്തപുരത്തിലെ മക്കളല്ലേ, ഞങ്ങളെന്തിനാ പേടിക്കണത്? നോക്കുമോനെ, ഒന്നാമത്തത് എന്താ? ഒന്നിന് കഴിയട്ടെ. എല്ലാവരും അവിടെ ഇവരെ നിങ്ങളെ ചോദ്യകർത്താവ്, ഞാനോ ചോദ്യകർത്താവ്? അതേ നിങ്ങൾ മാത്രമല്ല ഇവിടെ പറയാൻ കഴിയും. ഞാനാണ് ചോദ്യകർത്താവ്. തീർച്ചയായിട്ടും. ചോദ്യം, രണ്ടാമത്തെ മുടിയുടെ സ്ഥാനത്ത് നിങ്ങൾ ആർക്കെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ മുസ്തഫറാൻ പറയേണ്ട ഒരു ഇന്നലെ അമാന് പിന്നിയാത്ത് എന്നുള്ള ഹദീസ് ഇന്നാളിൽ നിന്നും ഇന്നാൾ റസൂലുള്ളാഹിയുടെ ബുഖാരി ഇമാം റിവായത്ത് ചെയ്തു. അതുപോലെ തന്നെ ഈ ലഭിച്ച സനദ് മുടി, അതായത് ഒന്നെങ്കിൽ ഉമ്മുസലമ അല്ലെങ്കിൽ അബൂത്തല്ല, അല്ലോ ഇവരിൽ നിന്ന് ഇന്നാൾ ലഭിച്ചാലും സനദ് എന്ന് വായിക്കും. രണ്ടാമത്തെ ചോദ്യം, ചോദ്യകർത്താവിന്റെ ചോദ്യം രണ്ടാമത്തെ സനദ് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമല്ലേ? രണ്ടാമത്തെ സനദ് പറഞ്ഞ ഒന്നാമത്തെന്താ? ഒന്നാമത്തെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കുത്തുകുത്തിനും ഫിർദൗസിനും മുപ്പത് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അത് വയ്യെന്ന് പറഞ്ഞതിന് ശേഷം അത് തെരീക്കത്തിന്റെ ശേഷമാണ് പറഞ്ഞിരുന്നു. ഞാനോ നിങ്ങൾ കേട്ടിക്കണം ഫിർദൗസി തെരീക്കത്ത് ചങ്ങായി കുത്തുബുദ്ദീൻ ഫിർദൗസി അവരുടെ ത്വരീക്കത്തിൽ പറഞ്ഞാൽ വേദനാകണ്ട. കുത്തുബുദ്ദീൻ ഫിർദൗസി ശംസുൽ ഉലമയുടെ ത്വരീക്കത്തിൽ പറഞ്ഞ എന്താ മനസ്സിലാക്കി? ശംസുൽ ഉലമ ഖാദിരിയ ത്വരീക്കത്താണെങ്കിൽ അവർക്കൊരു മാർഗമുണ്ടാകും. അത് നമ്മളെല്ലാവർക്കും ഇലാഫത്ത് ചെയ്ത് പറയില്ലേ? ഇതെന്താ മനസ്സിലാക്കിയത്? അപ്പൊ കുത്തുബുദ്ദീൻ ഫിർദൗസി എന്ന് പറഞ്ഞാൽ അവർ ഖാദിരിയ ത്വരീക്കത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ വഴിയാണ്, അവരുടെ വഴിയും ഖാദിരിയ ത്വരീക്കത്താണ്. നിങ്ങൾ പറയും ഞങ്ങൾ ഒന്നാമത്തെ തനത് വഴിക്ക് വഴി എനിക്കറിയില്ലേ പറയും? എനിക്കറിയോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയില്ല എന്ന് തോന്നിയിട്ട് ചോദിക്കാം. എനിക്കറിയല്ലോ. ഇപ്പൊ ഇതാണ് പറഞ്ഞെന്താ ത്വരീക്കത്ത് പറയും. എനിക്കറിയെന്ന് പറയില്ല, കേൾക്കട്ടെ. റസൂലുള്ളാഹിന്റെ മുടി ത്വരീക്കത്ത് എന്ന് പറയാൻ റസൂലുള്ളാഹിന്റെ മുടിയാണ്. ഒരു ത്വരീക്കത്ത് പറഞ്ഞു. ത്വരീക്കത്ത് പറഞ്ഞതാ വളരെ ഷറയിലെ നിയമമനുസരിച്ച്, ഷറയിന്റെ നിയമമനുസരിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ജീവിതത്തിന് പേരാ ത്വരീക്കത്ത്. ഇനി മുടി കുത്തുബുദ്ദീനുൽ ഫിർദൗസി വഴി ബഹുമാനപ്പെട്ട ബറക്കാത്ത് സാദാത്തുകൾ നിലകൊള്ളുന്ന അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ വലിയ ഖാദിരിയ ത്വരീക്കത്തിന്റെ മേലെ കെട്ടിപ്പറഞ്ഞ് പറഞ്ഞു പോയ ഭാവം ന്യായീകരിക്കാൻ ഖാദിരിയ ത്വരീക്കത്തിന് ഇതിൽ കെട്ടിപ്പറയും. അല്ല റസൂലുള്ളാഹിനെ പറയട്ടെ, റസൂലുള്ളാഹിനെ മുടി സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനോട് ശ്രദ്ധിക്കാൻ. എനിക്ക് ഫോണൊക്കെ ഇങ്ങനെ വന്നുകൊടുക്കും എല്ലാവരുടെ പേരും, പക്ഷെ അങ്ങനെ പോകാനായിട്ടില്ല. റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിക്കുന്ന ആളുകൾ അവർക്ക് ഖാദിരിയ ത്വരീക്കത്തുമായി യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. പറയും ഖാദിരിയ ത്വരീക്കത്തുമായിട്ട് യാതൊരു ബന്ധം പാടില്ല ഞാൻ പറഞ്ഞില്ല. പിന്നെന്താണ് ചോദ്യം നോക്കണ്ട, ചോദ്യം മാറ്റിയല്ലോ. കുത്തുബുദ്ദീനുൽ ഫിർദൗസി വായി എന്ന് പറഞ്ഞു. കുത്തുബുദ്ദീനുൽ ഫിർദൗസി വായി എന്ന് പറഞ്ഞു. അതിനുശേഷം മുടി കിട്ടിയ വായി എന്ന് പറഞ്ഞു, മുടി കിട്ടിയ ത്വരീക്കത്ത് എന്ന് പറഞ്ഞു. മസായിഖന്മാർ അതെ ഇവിടെ എത്രയോ വിശദമായി ഇവർക്കെന്താ മനസ്സിലാകും? കുത്തുബുദ്ദീൻ ഫിർദൗസി അവരുടെ വഴിക്ക് നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട മൂന്നെട്ടിലിപ്പോ നീ കേട്ടോളി, ഒന്നുകൂട്ടിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ സഹോദരന്മാർ, ഇതേ അങ്ങനെയാണ് മാറും. ഒരു കാര്യം, നിങ്ങൾ ഈ നന്ദിയിലൊക്കെ നല്ല സംസ്കാരം പഠിച്ചു വരുന്നത് എന്തിനാ നിങ്ങൾ അടങ്ങാറാവുന്നത്? നിങ്ങൾ ഈ ബേജാറായിട്ടാണ് കുഴപ്പം. എന്താണെന്നറിയോ? നിങ്ങളൊന്ന് എഴുതി വെക്കാം ഒരു വാക്ക്. തീർച്ചയായും നിങ്ങൾ ഒരു പേന കൊടുക്കുന്നതിന്
ഒന്ന് എഴുതട്ടയാണ്. അല്ല ഉസ്താദ് പറഞ്ഞ വാക്കൊന്നും മനസ്സിലാക്കാൻ മാത്രം ഒരു വളർന്നിട്ടില്ല. അതാണ് കുഴപ്പം പറ്റിയത്. നിങ്ങളെന്താ ഓരോന്നോരോന്നും നമ്മൾ പരിശോധിച്ചുകൊണ്ട് തന്നെ ക്ലിയർ ആക്കിയാല് നിങ്ങൾക്ക് ഈ ബേജാറുണ്ടാവില്ല. കുത്തുപുത്തി ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, AP ഉസ്താദ് പറഞ്ഞത് ഞാനാണോ നിങ്ങളാണോ അത് വിശദീകരിക്കേണ്ടത്? അത് പറയുള്ളൂ. എന്താ വിശദീകരിക്കേണ്ടതെന്ന് പറയും. ആരാ വിശദീകരിക്കും? ഞങ്ങളാണോ നിങ്ങളാണോ? AP ഉസ്താദ് പറഞ്ഞാലോ? AP ഉസ്താദ് ചന്തയത്തോടെന്ന് പറഞ്ഞു. AP ഉസ്താദ് പറഞ്ഞ ആരാ വിശദീകരിക്കേണ്ടത്? ചന്തയത്തോടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയും, എനിക്ക് വിശദീകരിക്കാൻ കഴിയും. അതേപോലല്ലത്. ഇത് ചന്തയിൽ പോലല്ല, ഇത് എന്താ സനത് വായിച്ചതാണ്. അത് ഞങ്ങളാ പറയേണ്ടത്. എന്താ പറഞ്ഞത്? എന്തും പറഞ്ഞിട്ട് മറ്റൊരു അനക്ക് നിങ്ങൾ കളിയൊന്നും നടക്കൂല. എല്ലാവരും ഒന്ന് പ്രശ്നം. എല്ലാവരും ഇയാൾക്ക് നമ്മളൊന്ന് പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത്. ഇയാളെന്താണ് കുത്തുബുദ്ദീൻ ഫിർദൗസി ആരാ എന്ന് സുഹൃത്ത് ഇതുവരെ പഠിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചൂടാകലിലേക്ക് നിങ്ങളെ എത്തിച്ചത്. ഞാൻ ചോദിക്കട്ടെ, കുത്തുബുദ്ദീൻ ഫിർദൗസി ആരാണെന്ന് നിങ്ങൾ ഈ സെക്കൻഡ് വരെ പഠിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദാണെങ്കിലോ ഇതെല്ലാം പഠിച്ച് ക്ലിയർ ചെയ്ത് പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളത് വിശദീകരിച്ചു തന്നു. കുത്തുബുദ്ദീൻ ഫിർദൗസി ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖാണ്. ആ ത്വരീഖത്ത് സ്വീകരിച്ചത് കൊണ്ടാണ്. അതിന് തെളിവ് തിരുത്തുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ഞാൻ പറഞ്ഞ പറയല്ലതാ അബ്ദുൽ ഖാദിർ ജീലാനി അവിടെ തുടങ്ങിയാൽ അബ്ദുൽ ഖാദിരി, അഹമ്മദ് ഖാദിരി, ഗുലാമുദ്ദീൻ ഖാദിരി, ഇമാമുദ്ദീൻ ഖാദിരി, ഇതെന്തായി പറയുന്നറിയോ? ഖാദിരിയ ത്വരീഖത്തിന്റെ ആളുകളാണ് ഇവരൊക്കെ. ഈ ഖാദിരിയ ത്വരീഖത്തിന്റെ ഇവരുടെ ശൈഖാണ് കുത്തുബുദ്ദീൻ ഫിർദൗസി. അതാ ഉസ്താദ് പറഞ്ഞത് ഞങ്ങൾ വിശദീകരിച്ചല്ലോ. ഇനി നിങ്ങൾക്ക് എന്താണ് കുഴപ്പമുള്ളത്? അത് അന്വേഷണമുണ്ടോ? പറയും. കുത്തുബുദ്ദീൻ ഫിർദൗസി അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ഈ സനദില്ലേ? രണ്ടു മിനിറ്റ് കേൾക്കണേ. ആദ്യത്തെ സനദ്, രണ്ടാമത്തെ മുടിന്റെ സനദ് ചോദിച്ചു. ഇത് പറഞ്ഞാൽ ഞങ്ങളത് പറയുന്നത് ഉറപ്പല്ലേ? ഇത് നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങൾ പറയുന്നത് സമ്മതിക്കും. ഞങ്ങൾ സമ്മതിക്കും. ഒരാൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു ബോംബെ എന്നാണ്, മറ്റൊരാൾ പറഞ്ഞു. അതൊക്കെ പിന്നെ ഇതിൽ നിന്ന് എന്താണ് കുഴപ്പമില്ല. നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല. നിങ്ങളെ നന്ദി അറബി കോളേജിൽ നിങ്ങൾ വന്നപ്പോ നിങ്ങൾ ഈ ചോട്ടകൾ ഒന്ന് കാന്തപുരത്തിൽ മനസ്സിലാക്കിയത്. കാന്തപുരം ഉസ്താദ് ധരിച്ച ചെരുപ്പാകാൻ നിങ്ങൾക്ക് അവകാശമില്ല. AP ഉസ്താദിനെ ചോദ്യം ചെയ്യാമെന്ന് ചങ്ങാതിമാര് നിങ്ങൾക്കെന്ത് കുത്തുബുദ്ദീൻ ഫിർദൗസി, നിങ്ങൾക്കെന്ത് സംശയമാ, നിങ്ങൾക്കെന്ത് AP ഉസ്താദ്, നിങ്ങളോ ഖാദിരി, നിങ്ങളുടെ ആദർശത്തെ ഓർക്കുകയാണ് കേട്ടോ. AP ഉസ്താദിനെ ചോദ്യം ചെയ്യാമെന്ന മുറ്റാളല്ലേ? നിങ്ങൾ എന്തായി പറഞ്ഞ അതായി പറഞ്ഞെന്ന് നിങ്ങൾ എന്തെങ്കിലും പറയലല്ല. ബഹുമാനപ്പെട്ട ശംസുല്ലയുടെ അനുയായിയാണ്. നന്ദി ദാറുസ്സലാമിൽ പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് സംസാരിക്കാൻ തുടങ്ങി. അതെ. അപ്പൊ സനദുമാണ് ചോദിച്ചത്, ഏറ്റവും വിലപ്പെട്ട. അപ്പൊ മൂപ്പര് ഷിയാറിൽ തന്നെ താടി മീശയൊക്കെ വെച്ചിട്ടാണ് മൂപ്പര് ഈ പണ്ഡിതന്മാരെ മുഴുവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല, അദ്ദേഹം ഇവിടെ ചോദിക്കുന്ന സനദൊക്കെ കേൾക്കുമ്പോഴുള്ള ആ ആത്മാർത്ഥതയും അതേപോലെ ഒരു ആത്മാർത്ഥമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആണെങ്കിലും അത് നിർബന്ധമാണ്. നിങ്ങൾ എല്ലാവരും ക്യാമറ കാണുന്നു. ഒരു വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പറഞ്ഞ് ഞാൻ താഴെ നിസ്സാരാക്കാൻ വിചാരിച്ചാൽ അത്തരമൊരു വാക്കുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമയുടെ കുട്ടികൾ ഇങ്ങനായില്ല. കേട്ടോളി, സമസ്ത കേരള ജമിയത്തുലമ നിന്നരാവില്ല എന്നായി പറഞ്ഞത്. കേട്ടോളി, രണ്ടാമത്തെ വായിക്കുന്നത് ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇതിനെ എഴുത്തുന്നത് ചെയ്യാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കുത്തുബുദ്ദീൻ ഫിർദൗസി ഇല്ല നിങ്ങൾ പറഞ്ഞു. ധൈര്യമുണ്ടോ? സന്തോഷമുണ്ടോ? നിങ്ങൾ സനദിനെ ചോദ്യം ചെയ്യാൻ, ഇതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഇതൊന്ന് വായിച്ചാലും അത് വായിക്കാറുണ്ട്. അതൊന്ന് വായിക്കും. നിങ്ങൾ കാണിച്ചു തരങ്ങൾ ഒന്ന് വായിക്കും. ആദ്യം തുറന്ന് വായിക്കും.
അതൊന്ന് വായിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് വായിക്കുമ്പോഴേ ഒരു ചോദ്യത്തിന് നിങ്ങളാണ് ഞങ്ങൾക്ക് മറുപടി പഠിപ്പിച്ചത്. ആരാണെന്നറിയോ? നിങ്ങൾ ചോദ്യമുണ്ടായിരുന്നു, എന്താണ് ഷായർ മുബാറക്കിന്റെ സനത് കിട്ടിയാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കും, ഞങ്ങൾ സനത് തന്നു. സനത് തന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു കുത്തുബുദ്ദീനിൽ ഫിർദൗസി ഇല്ല. നിങ്ങളത് വിശദീകരിച്ചു. കുത്തുബുദ്ദീനിൽ ഫിർദൗസി ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല. കുത്തുബുദ്ദീനിൽ ഫിർദൗസി ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ശൈഖാണ്. ആ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ ശൈഖ് ബഹുമാനപ്പെട്ട കുത്തുബുദ്ദീനിൽ ഫിർദൗസി അവരുടെ വഴിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിച്ചു. നിങ്ങൾക്ക് തിരിയാത്തതുകൊണ്ട് ത്വരീഖത്ത് സ്വീകരിച്ച ആ രൂപത്തിൽ നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ബറകാത്തി സാദാത്തികൾ. ഇത് ഞങ്ങൾ മലയാളത്തിലാണ് പറഞ്ഞു തന്നത്. ഇനി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല, അതില്ല ഞങ്ങൾ വ്യക്തമാക്കി തന്നു. ഞങ്ങളല്ലേ അത് പറയേണ്ടത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, AP ഉസ്താദ് പറഞ്ഞത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയേണ്ടത് എസ് കുട്ടികളോ നന്ദിയിൽ പഠിക്കുന്ന നിങ്ങളോ അല്ല, അത് ഞങ്ങളാണ് പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കുത്തുബുദ്ദീനുൽ ഫിർദൗസിയുടെ വഴിക്ക് എന്നാൽ അവരുടെ ത്വരീഖത്ത് സ്വീകരിച്ച് കൊള്ളുന്ന ബറകാത്തി സാദാത്തീങ്ങൾ എന്നാണ് പറഞ്ഞത് എന്ന് ഉസ്താദ് അവരുടെ വിശദീകരണം ഞാൻ കേൾപ്പിച്ചു. അത് വളരെ വ്യക്തമാണ്. ഇനി നിങ്ങൾ പറയൂ, ഈ സനദിൽ മറ്റു വല്ല കുഴപ്പങ്ങളുമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അല്ലാതെ അത് കഴിഞ്ഞിട്ട് രണ്ടിലേക്ക് പോവാം. അത് പറയും. ഈ മുജാഹിദല്ലെങ്കിൽ ഇത് പറയും. ഇതിനെക്കുറിച്ച് പറയാൻ വൈകും. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മുജാഹിദ് ജമാഅത്തിൽ ഞങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ പരിപാടിയല്ലല്ലോ. ചോദ്യത്തിന് മറുപടി. ചോദ്യം ഇത് അംഗീകരിച്ചവർക്ക് ചോദ്യം നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ ഈ സമൂഹത്തോട് ഒരു ബാധ്യതല്ലേ? ഈ സദസ്സിൽ ഉസ്താദ് ഇപ്പൊ ഉസ്താദ് വന്നത് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ദർശനം കോളേജിലൊക്കെ പഠിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു മുത്താലിമിന് ഉണ്ടാവേണ്ട സ്വഭാവം അദ്ദേഹത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ആ സമൂഹത്തെ പറയിക്കാൻ ഇനി താല്പര്യമില്ല. സദസ്സിന് വേണ്ടി അടുത്ത ചോദ്യകർത്താവ് ഈ വിഷയത്തിൽ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വിശദമായി അത് കയ്യിൽ കൊടുത്ത് വായിക്കാൻ ഇത് നിങ്ങൾ ആത്മാർത്ഥത ഞങ്ങൾക്ക് സംശയം തോന്നി. കാരണം എന്താ അറിയോ, നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങൾ രണ്ടാമത്തെ സനദിനെ കുറിച്ച് പറയും, ഒന്നിന്റെ ശേഷം ഒന്ന്. പക്ഷേ നിങ്ങൾ AP ഉസ്താദിനെ എഴുത്തുകാൽ ചെയ്യാൻ പോയി, എന്നിട്ട് പ്രഷർ ഇളകിയിട്ട് എന്തൊക്കെയോ പറഞ്ഞാൽ സഹോദര മറുപടിയാകൂല. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. പ്രാർത്ഥിക്കുകയല്ലാതെ നിങ്ങൾ നന്ദിയിൽ പഠിക്കുന്ന കാലത്തോട് നന്നാവുമെന്ന് പ്രതീക്ഷയില്ല. ഏതാകട്ടെ ഞങ്ങൾ ഇത് നിങ്ങളൊന്ന് അംഗീകരിച്ചിട്ടാ എന്നാൽ ഞങ്ങൾ അടുത്ത സെക്കൻഡിൽ രണ്ടാമത്തെ വായിക്കും. അതല്ലേ പറഞ്ഞത്. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ കുത്തുബുദ്ധിയും അത് ഞങ്ങളെ ഉസ്താദ് പറഞ്ഞ് ഞങ്ങളല്ലേ വിശദീകരിക്കേണ്ടത്. അതിന് ഉസ്താദിന് കിട്ടിയ പരമ്പരയിൽ ഓക്കെ ഉസ്താദ് ഉണ്ടെന്നല്ല, ഓക്കെ ഉസ്താദിന്റെ വഴിക്ക് നിലകൊള്ളുന്ന കാന്തപുരം ഉസ്താദ് ഓക്കെ ഉസ്താദ് എന്നേ കിട്ടൂ. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ബറകാത്തി സാദാത്യങ്ങൾ അവരാരുടെ വഴിക്ക് നിലകൊള്ളുന്നവരാണ്. അത് ബഹുമാനപ്പെട്ട കുത്തുബുദ്ദീനുൽ ഫിർദൗസി. അദ്ദേഹം വലിയ ശൈഖാണ്. അദ്ദേഹം വലിയ മകന്മാരുടെ നേതാവാണ്. പറഞ്ഞ് മറ്റേ പേരോട് ഉസ്താദ് പറഞ്ഞത് ഏതന്നെയാണ്? അത് ബറകാത്തി സയ്യിദന്മാരുടെ സനദ് തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് അല്ല, അത് ഞങ്ങളാണ് വിശദീകരിക്കേണ്ടത്. നിങ്ങളത് വിശദീകരിച്ചു, അത് വേറെ ഇത് വേറെ എന്ന് പറഞ്ഞ പോലെ AP ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രം നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഉസ്താദിന്റെ ശിഷ്യന്മാർ ആ പറഞ്ഞ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നു. അതേ അതിന്റെ അർത്ഥമുള്ളൂ. അല്ലാതെ സനദിൽ കുത്തുബുദ്ദീനുൽ ഫിർദൗസി ഇല്ല. അത് നിങ്ങൾ ഇല്ലാതെ സമ്മതിക്കണം. അത് സമ്മതിച്ച് ഇതിലൊരു കുഴപ്പവുമില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങൾ രണ്ടാമത്തെ സ്ഥലത്ത് പറയാ പറയും. എവിടെ വൈദ്യം പറ. ഒരു മുണ്ടി കാണിച്ചു തന്നിട്ട് ഇത് 15 ഞാൻ അംഗീകരിക്കണം എന്നാ പറയുന്നത്. നിങ്ങൾ പട്ടികരിക്കാനും പഞ്ചായത്ത് ജമാഅത്തിന് കൊണ്ടുവരുന്ന ചങ്ങാതിമാരെ നിങ്ങളെ പുതിയ കൂട്ടുകാരല്ലേ ഓരോ മിനിറ്റ് കൊണ്ടുപോയാ ഞാൻ
ഇതങ്ങനെയാണെങ്കിൽ പറ. അപ്പൊ എന്താ ഈ 10-15 ആളെ പേര് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂല. അപ്പൊ നിങ്ങളെ പ്രശ്നം സനദല്ല. മോനെ ഹസ്രജി ഞങ്ങൾ അംഗീകരിക്കുമല്ലേ? അല്ല, ഹസ്രജി പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമല്ല എന്ന് കേട്ടോ. ഒന്ന് പറയും. കാന്തപ്രസ്ഥാനങ്ങൾ വിടി ഹസ്രജ് നിങ്ങൾ അംഗീകരിക്കുമല്ലേ? പറ. ഹസ്രജ് നിങ്ങൾ അംഗീകരിക്കും? ഹസ്രജിന്റെ ജീവിത ചരിത്രം പഠിച്ചു ഒരു ഹദീസൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഖറാഅത്ത് ചെയ്യാത്ത അല്ലേ? ഞാൻ നന്ദി നിങ്ങൾ പഠിച്ചത് ഖറാഅത്തില്ലാത്ത പറയും കോട്ടെ പോയത്തൊന്ന് കേൾക്കട്ടെ എല്ലാവരും. പോയതെല്ലാവരും കേട്ടോട്ടെ. പോയതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. ഇനി ഇന്ന് ഹസ്രജ് അല്ല, വേറെ നിങ്ങളെ കുത്തുബുൽ അഖ്താബ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നാൽ പോലും അയാളെ ജീവിതം പരിശോധിക്കാണ്ട് ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? വിധി എന്താ? ഇസ്ലാമിക വിധി. ഇസ്ലാമിക വിധിയാണ്. ഇസ്ലാം ഞാൻ കേട്ടെ. വൈഫായ ഹദീസ് ഒന്നും സ്വീകരിക്കില്ല. വൈഫായ ഹദീസ് തെളിവിന് പറ്റുമോ? അമലിനെ പറ്റൂ. അത് ശരി, സ്വീകരിക്കുമല്ലേ എന്നെ ചോദ്യം. അങ്ങനെ പറയൂ. തെളിവിന് സ്വീകരിക്കുമോ ഇല്ലെന്ന് തെളിവിന് പറ്റുമോ? എന്തെങ്കിലും പറയല്ല. ലഈഫായ ഹദീസ് സ്വീകരിക്കുമോ ഇല്ലേ? സ്വീകരിക്കോ? എന്തെങ്കിലും പറയാല്ലേ? അതിന്റെ അസ്സറിന്റെ ക്വസ്റ്റ്യൻ പറ. അത് ലഈഫായ ഹദീസ് സ്വീകരിക്കോ? പറയും. ലഈഫായ ഹദീസ് സ്വീകരിക്കുമോ? ലഈഫായ ഹദീസ് അമലിന് വേണ്ടി സ്വീകരിക്കും, തെളിവിന് വേണ്ടി സ്വീകരിക്കൂല. സ്വീകരിക്കോ? എന്തിനു വേണ്ടി? അമല് ചെയ്യാൻ. അമല് ചെയ്യണമെങ്കിൽ അപ്പൊ അതിനുള്ള തെളിവായില്ലേ? അമല് ചെയ്യാനുള്ള തെളിവായില്ലേ? എന്താണ് ഈ പൊട്ടത്തരം പറയുന്നത്? ആര് പൊട്ടത്തരം പറഞ്ഞു? അതെ, അമല് ചെയ്യാൻ സ്വീകരിക്കും. അമല് ചെയ്യാനുള്ള തെളിവായിപ്പത് പൊട്ടത്തരം പറ. അതാണ് ഇപ്പൊ എന്തായെന്നറിയോ? അതേ തെളിവായിട്ട് തന്നെ സ്വീകരിക്കും. ഫളായിലുൽ അഅ്മാനി ഹദീസ് പറഞ്ഞാൽ ആ ഹദീസ് സ്വീകരിക്കും. പൊട്ടത്തരം പറയുന്നത് ഒന്നേ. ഇനി ഹസ്രജിയുടെ സനദ് എന്ന് പറഞ്ഞല്ലോ. ചോദിക്കട്ടെ, ഹസ്രജി സ്വീകാര്യനാണോ അസ്വീകാര്യനാണോ? പറയും മറുപടി. ആണോ? ആരാണ് ഹസ്രജ്? നിങ്ങളൊന്ന് പഠിച്ചു നിങ്ങൾ പറഞ്ഞുതരാം. ഹലോ, ഹസ്രജ് സ്വീകാര്യനോ അസ്വീകാര്യനോ? ഹസ്രജ് സ്വീകാര്യനാണോ സ്വീകാര്യനല്ലേ എന്നല്ല എന്റെ ചോദ്യം. അല്ലെന്ന് ചോദിച്ചു. ഒന്നാമത്തെ ആൾ മുപ്പരാണ് സനദിലുള്ള. ഒന്നാമത്തെ സനദല്ല. നിങ്ങൾ പറഞ്ഞില്ല ഈ പേര്. പറഞ്ഞു. ഒരു പേര് കുറച്ച് സനദ് പറഞ്ഞു. ഓരോ ജീവിത ചരിത്രം അറിയണ്ടേ? അറിയണമെങ്കിൽ പഠിച്ചോ. പഠിച്ചുവാ പഠിച്ചു വരട്ടെ പറഞ്ഞു. നിങ്ങൾ പഠിച്ചു നോക്കിയാ അങ്ങൊക്കെ തോന്നില്ലല്ലേ? പഠിച്ചുവാ സനതൊന്ന് പഠിച്ചു വരുന്നത്. ഞങ്ങളെ ഈ മുഹമ്മദ് ഇക്ബാൽ ജാലിയാവാലാണ് മുഹമ്മദ് ഇക്ബാൽ ജാലിയാവാല നിങ്ങളെ ഷേഖാണോ? ഞങ്ങളെ ഷേഖ്. നിങ്ങളല്ല, കാന്തപുരസ്ഥാന്റെ ആരോ ഇയാൾ പറഞ്ഞില്ലേ കാന്തപുരസ്ഥാന്റെ ഷേഖാണ് തരീഖത്തിന്റെ. അതാപ്പീ പറഞ്ഞ് ഷായർ മുബാറക്ക് കൊടുത്ത ആളാണ്. അതിന്റെ അർത്ഥം ഷെയ്ഖാണെന്നാണോ? ഹലോ, അതെ, അത് ഷെയ്ഖല്ല സഹോദര. ഈ ഷായർ മുബാറക്ക് കൊടുത്ത ആളാണ് മുഹമ്മദ് ഇഖ്ബാൽ. അതെ, അതെ. ആ ചെങ്ങാടിണ്ടല്ലോ, അയാൾ ചോദിക്കാണ് ഉസ്താദിന്റെ. ഞാൻ പറഞ്ഞു ഷായർ മുബാറക്ക് കൊടുത്ത ആളാണ് മുഹമ്മദ് ഇഖ്ബാൽ. അതാ ഞാൻ പറഞ്ഞത്. ഇല്ല, നിങ്ങൾക്കൊരു കാലത്തും കാന്തപുരം ഉസ്താദിനെ മനസ്സിലാക്കാൻ കഴിയില്ല മക്കളെ. ഇനി അടുത്ത ചോദ്യകർത്താക്കേണ്ടി വന്നു. ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. ഇനി ആദ്യം നന്ദിയിൽ പോയി കുറച്ച് സംസ്കാരമൊക്കെ പഠിച്ചു വരിക. എന്നിട്ട് എന്താണ് ത്വരീഖത്ത് എന്നൊക്കെ ഒന്ന് പഠിച്ചു വരാം. ഓക്കെ, നിങ്ങളത് കൊടുക്കാൻ അടുത്ത ആൾ ചോദിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞത് ഘട്ടങ്ങൾ ഉണ്ടാവുന്നില്ല. ഇനി മോനെ ഒന്നാമത്തെ അംഗീകരിച്ചാൽ രണ്ടാമത്തെ വായിക്കട്ടോ. ഞങ്ങൾ ഒന്നിനു പിന്നിൽ ഒന്നാണ് കേട്ടോ. കാന്തപുരം ഉസ്താദിന്റെ മക്കൾ ഞങ്ങൾ ഒന്നാമത്തെ വായിച്ച് അംഗീകരിച്ചു എന്ന് SKSSF എന്നാണോ പറയുന്നത്? അന്ന് ഞങ്ങൾ രണ്ടാമത്തത് വായിക്കും കേട്ടോ. നിങ്ങളിങ്ങനെ ഞങ്ങൾ അംഗീകരിക്കാതെ പോവാ വിദൂരം. അതങ്ങനെ അംഗീകരിക്കും. ഇനി രണ്ടാമത്തെ ആർക്കും ചോദിക്കാൻ പ്രസക്തമായ ചോദ്യം 12 മണിയാവും പോവാ. എല്ലാവരും ഒന്നിരിക്കെ. എല്ലാവരും നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. ഒരു പ്രസക്തമായ ഒരു ചോദ്യം കൂടി ഇപ്പോൾ 12 മണിയാവാനായിട്ടുണ്ട്. പ്രസക്തമായ ഒരു ചോദ്യം. സമയം വേണം. ഇവിടെ മുക്തസറായ സനദിനെ കുറിച്ച് കുറെ നേരം പറഞ്ഞു. ഇനി മുത്തവലായ സനദ് ഇപ്പൊ എവിടാണ് ഉള്ളത്? അത് ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ഞങ്ങൾ വായിക്കാൻ നേരത്തെ തീരുമാനിച്ചു വന്നപ്പോഴാണ് നിങ്ങളുടെ നേതാവ് ഞങ്ങൾ അബൂദാബിയിലേക്ക് ക്ഷണിച്ചത്.
മനസ്സിലായങ്ങൾക്ക്. അപ്പോ ഞങ്ങളിങ്ങനെ വായിക്കാൻ തീരുമാനിക്കുമ്പോ നമ്മൾ അബുദാബിയിലേക്ക് ഒരു വിളി നമ്മളെ വിളിച്ചപ്പോ നമുക്കനുസരിച്ച് ഞങ്ങളായ എന്നും അബുദാബിയിൽ പോകുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആ വെല്ലുവിളി എന്തായി എന്നൊന്ന് വിശദീകരിക്കട്ടെ. അബുദാബിയിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ അമ്പലക്കടവിനെ തയ്യാറാക്കുക. മിതമായ മധ്യസ്ഥന്മാരെയും കൂട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞങ്ങൾക്ക് മധ്യസ്ഥന്മാര് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കോളൂ. ആ വെല്ലുവിളി നിലനിൽക്കുന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ വിഷയം അവിടെ വെച്ച് പറയും. നിർബന്ധമാണ്. ഒന്നാമത്തെ സനത് നിങ്ങളൊന്ന് അംഗീകരിക്കുന്നുവോ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സനത് വേണമെന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് അല്ലേ സുഹൃത്തെ? സനത് വേണ്ട എല്ലാത്തിനും. സനതില്ലാതെ ബർക്കത്തെടുക്കാൻ പറ്റൂല എന്നല്ലേ നിങ്ങളെ അഭിപ്രായം? ഒന്ന് കൊടുക്കാൻ പറയട്ടെ, സനദില്ലാതെ ബർക്കത്തെടുക്കാൻ പറ്റില്ല. അതല്ല ചോദ്യം, എന്റെ ചോദ്യം ഇത് പറയും, സനദില്ലാതെ ബർക്കത്തെടുക്കാൻ പറ്റില്ല. ഞാനാണല്ലോ ആദ്യം ഒരു ചോദ്യം, അതാണ് ഞാൻ മറുപടി പറഞ്ഞു. മുത്തവ്വല ഞാൻ മർക്കസിൽ ഇത് സംബന്ധമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോ എവിടെ പോയി? മർക്കസില് സംബന്ധമായിട്ട് എല്ലാവരോടും ഇരുന്ന് ആൾ പോയിക്കോളൂ. അയാൾ വ്യക്തികർത്താക്കളൊന്നും ചെയ്ത് ആൾ പോയിക്കോട്ടെ. അയാളെങ്ങനെയാണ് പോയിക്കോളൂ. നമ്മളെ പ്രവർത്തകർ സൗകര്യം ചെയ്തു കൊടുക്കാം. ചോദ്യകർത്താവ് പോയിക്കോളൂ. പറയും, വേഗം ചോദിക്കും, സമയം കഴിയുന്നു, വളരെ സമയം. അപ്പോ ഞാൻ പറയണേ, ഈ മുത്തവ്വലായ സനത് മർക്കസിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മർക്കസിലുണ്ട്. അതെ, പറയും. അതെന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്? അത് പുറത്തു വിടാൻ എടുക്കുമ്പോഴാണ് നിങ്ങളെ നേതാവ് കുഴപ്പമുണ്ടാക്കി. നിങ്ങൾ അബുദാബിയിലേക്ക് പോരണോ എന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആയിക്കോട്ടെ നമുക്ക് പോയി അവിടുന്ന് വായിക്കാം. വെല്ലുവിളിക്ക് ഓർക്കണം. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഇപ്പുറത്തുണ്ട് എന്നൊരു ബോധം വേണം. വായ തുറക്കുമ്പോൾ ആ ബോധമുള്ളത് നല്ലതാണ്, അതില്ലാത്തതാണ് അപകടത്തിൽപ്പെട്ടത്. കാരണം നിങ്ങൾ മൂന്ന് അമ്പലക്കടവിൽ നിന്ന് കൊണ്ടുപോവാ. ഇയാളാണ് ഈ സൂപ്പൊക്കെ ഉണ്ടാക്കി. അഹമ്മദ് ഖസ്റജി മരിച്ചു പോയിട്ടില്ല, പേരോടും മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നുണ്ട്. അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്ക് എന്തോ ഫ്ലൈറ്റ് പോലെ അവർ ഒരുപാട് ഫ്ലൈറ്റ്, വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസയും പെട്ടെന്ന് കിട്ടും. പേരോടിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. വിഷയം അന്വേഷിക്കാൻ അബുദാബി അഹമ്മദ് ഖസ്റജിയുടെ അടുത്തേക്ക് മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ. അപ്പൊ എന്തായി വെല്ലുവിളി? പേരോട് ഉസ്താദ് അവിടെ 2 ആഴ്ച പോയി നിന്നു. നിങ്ങളെ നേതാവിനെ കാത്തിരുന്നു, അങ്ങോട്ട് കണ്ടില്ല, പോയില്ല. കാരണം പോയാൽ ഈ വിവാദം തീരാൻ പാടില്ലല്ലോ. പണ്ടൊരാള് ബസ്സില് കാലിന് വ്രണായിട്ട് മുറിയായിട്ട് ഇങ്ങനെ പിരിവെടുത്താണ് എല്ലാവരും എടുത്തുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇടങ്ങാറാണ്ട, ഞാൻ ഡോക്ടറെ എടുത്ത് കൊണ്ടിട്ടൊന്ന് മാറ്റിത്തരാം, ഒന്ന് വരി, നമുക്കൊന്ന് ചികിത്സിക്കാം. ഇയാൾ പറഞ്ഞു, ഞാൻ വരൂല, കാരണം ഇത് സുഖാകാൻ പാടില്ല, സുഖായ പിന്നെ പിരിക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ പോലെ അബുദാബിയിലേക്ക് വിളിച്ചു. ഞങ്ങൾ കാത്തു. അങ്ങനെയാണ് ഞങ്ങൾ അബുദാബിയിലേക്ക് പറഞ്ഞത്. അല്ല, ഞങ്ങൾ ആദ്യം തന്നെ വന്ന് അബുദാബിയിലുണ്ട് എന്ന് പറഞ്ഞതല്ല. ഞങ്ങളത് വായിച്ചു. നിങ്ങൾക്ക് പറ്റിയത് ഇങ്ങനെ 2 നിബന്ധനയെ വെച്ചു. ഒന്നാമത്തെ സനത് വന്നു, നിങ്ങൾക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. 2, നിങ്ങളാണ് അബുദാബിയിലേക്ക് ക്ഷണിച്ചത്, അതുകൊണ്ട് അബുദാബിയിലേക്ക് നമുക്ക് പോകാം. അല്ലെങ്കിൽ ഈ വെല്ലുവിളി നിങ്ങൾ പിൻവലിക്കുക, ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാകുക, അന്ന് ഞങ്ങൾ വായിച്ചു തരാം. കൃത്യമാണ്, അതാണ് വിഷയം. അല്ലാതെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട പോലെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചതല്ല, നിങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ കൃത്യമായി നിങ്ങൾ ബോധ്യപ്പെടുത്തി. എല്ലാവർക്കും വിഷയം ബോധ്യപ്പെട്ടു. ഒരു കാര്യമേ നിങ്ങൾക്ക് പറയാനുള്ളൂ, സാധാരണക്കാരായ ആളുകളോട് ഇത്രയും കൃത്യമായി നമ്മൾ ഇത്രയും സമയം വരെ നിങ്ങൾക്ക് അനുവദിച്ചത് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ്. 4 കാര്യം ഞാൻ പറയുന്നു. ഈ വിഷയം വിവാദമാക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. നിങ്ങൾ ഒന്നാമതായി പറഞ്ഞു, SKSSF-കാരൻ വിവാദമാക്കിയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. 2ാമതായി നമ്മൾ പറഞ്ഞു, സനത് തന്നെ വേണമെന്നില്ല, അറിയപ്പെട്ടാൽ മതി. അതുകൊണ്ടാണ് വെല്ലൂരിലും കശ്മീരിലൊക്കെ ഉള്ള മുടി റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്കാണെന്ന് വിശ്വസിക്കുന്നു. അതിനാരും ഇവിടെ സനത് ചോദിച്ചിട്ടില്ല. അപ്പൊ സനത് ചോദിക്കാൻ തന്നെ പാടില്ല. അത് നമ്മൾ സ്ഥിരപ്പെടുത്തി. 3ാമതായി പറഞ്ഞു, ഇതിന്റെ അർത്ഥം സനതില്ല എന്നല്ല, അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്തു. ഒരു സനത് നിങ്ങൾക്ക് തന്നു, അത് തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരിക്കെ ഞങ്ങൾ അബുദാബിയിലേക്ക് ക്ഷണിച്ചു, പോകാൻ ഞങ്ങൾ റെഡിയാണ്, നിങ്ങളും കൂടി റെഡിയായാൽ പ്രശ്നം
പ്രശ്നം തീരും. ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും വിശദീകരിക്കുക, ഉസ്താദുമാരുടെ വാക്ക് അത് ശരിയല്ല. ഞങ്ങളെ ഉസ്താദുമാർ പറഞ്ഞത് ഞങ്ങളാണ് വിശദീകരിക്കേണ്ടത്. അത് മുജാഹിദും ജമാഅത്തും മാലമൗലൂദുകളെ വിശദീകരിക്കുന്ന പോലെ തെറ്റായ വിശദീകരണം നൽകാൻ പാടില്ല. ശരിയായ വിശദീകരണമേ നൽകാവൂ എന്ന് എല്ലാവരോടും അറിയിക്കുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇത്രയും സമയം 11:45 വരെ ഇവിടെ ഇരുന്ന എല്ലാ ജനങ്ങളും വിഷയങ്ങൾ പഠിച്ച് ചോദ്യകർത്താക്കൾക്ക് പക്ഷേ മനസ്സിലാകണമെന്നില്ല. അതാണല്ലോ അതിന്റെ സംഗതി. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വിഷയം ഓരോരുത്തരും ഓരോ ചോദ്യം ചെയ്തു. വളരെ സമയം വൈകിയതുകൊണ്ടല്ല, ഞങ്ങൾ ഇത് എത്ര ഇരിക്കാനും തയ്യാറാണ്. നിലനിൽക്കി ഞങ്ങൾക്ക് ചോദ്യത്തിന് പേടിയോ? ഞങ്ങളത് ചോദിക്കും മക്കളെ. അതിന് അടുത്താക്കി കൊടുക്കും, വേഗം കൊടുക്കും. നെക്സ്റ്റ് രാമന്തളി ഒന്ന് ശ്രദ്ധിക്കും. അത് ഞാൻ വിശദീകരിച്ച് അടുത്താക്കി കൊടുക്കും. വേഗം ചോദിക്കണം. ഈ ചോദിച്ചതിന് ഇനിയും ചോദ്യം കയറുന്ന വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ ചോദ്യം ഒരു കാര്യം, ഇതുവരെ ഞങ്ങൾ ഈ മുത്തസിലും മുഫസിലും മനുഷ്യന്മാർക്ക് തിരിയുന്ന ഭാഷയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതെന്നെ ചോദിച്ച് സമയം കളയരുത്. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന. ഇതിപ്പോ പറഞ്ഞു തന്നെ പറയാം. അതല്ല, പുതിയ ചോദ്യങ്ങൾക്ക് സ്വാഗതം. ഒന്ന് പറയും. പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരമാവധി 15 മിനിറ്റ് കൂടി ഇവിടെ അനുവദിക്കുന്നത്. അതുകൊണ്ട് എന്റെ അടുത്ത് പ്രസക്തമായ ചോദ്യം ചോദിക്കട്ടെ. അദ്ദേഹം പറയും. സുഹൃത്തെ ചോദിക്ക്. നിങ്ങൾ